അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മേലായിരിക്കും ഇതൊക്കെ പറയുന്നത്. ചിരിക്കാൻ തുടങ്ങി. അത് ഇപ്പം എന്തെങ്കിലും ഞാൻ രണ്ട് വാക്ക് പറയേണ്ടി വരുമ്പോൾ പലപ്പോഴും ഞാനും ഈ ശിവേരി മഠത്തിലെ ഗുരുപ്രകാശ സമയത്ത് ധാരാളം വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിനൊരു ആമുഖം അല്ലെങ്കിൽ പ്രചോദനം എന്ന നിലയിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ഇത് പറഞ്ഞ പോലെ പലപ്പോഴും ചെറിയ വാക്കുകളിൽ കൂടുതൽ പ്രചോദനം നമുക്ക് തരുന്ന രീതിയിൽ ശാരദാന സ്വാമികളുടെ വാക്കുകൾ ശിരസ വഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പണിത് സമർപ്പിച്ച ശ്രീ രാജേഷ് ഇവിടെ ഇരിക്കുന്നത്. രാജേഷിനോട് ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ ബിംബ പരിഗ്രഹം എന്നുവെച്ചാൽ അത് ബിംബത്തെ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ചടങ്ങിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ രാജേഷിനോട് പറയുകയായിരുന്നു, ഇതൊക്കെ ചെയ്യാൻ അതിനൊക്കെ ഒരു നിയോഗമുണ്ട് ആർക്കെങ്കിലുമൊക്കെ. ശാരദാന സ്വാമി ഇരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ശാരദാന സ്വാമിക്ക് കിട്ടിയ നരസിംഹസ്വാമികളുടെ ഒരു അനുഗ്രഹമാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് അധികം കാലവിളംബമില്ലാതെ അധികകാലമെടുക്കാതെ ഇതിങ്ങനെ ഭംഗിയായിട്ട് ചെയ്ത് സമർപ്പിക്കാൻ കഴിയുകയാണ്. അതിന് രാജേഷിനെ പോലുള്ളൊരു ഭക്തൻ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതങ്ങനെയാണ്. അതിന് ആരെങ്കിലുമൊക്കെ നിയോഗിക്കപ്പെടും, അത് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും മനോഹരമായ അതിന് അർഹമായ രീതിയിലുള്ള ഒരു മന്ദിരം പണിത് സമർപ്പിക്കുന്നത്. നരസിംഹസ്വാമികളെ കുറിച്ചിപ്പോൾ ഒരുപക്ഷെ നാളെ സച്ചിദാനന്ദ സ്വാമികൾ അതിന് സവിസ്തരം പറയും. നിങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും, കേൾക്കാനാവും. എങ്കിലും ഗുരുവിൻ്റെ ശിഷ്യപ്രധാനിയായിരുന്നു നരസിംഹസ്വാമികൾ. നരസിംഹസ്വാമികളുടെ ഒരു പ്രത്യേകത, നരസിംഹസ്വാമികളുടെ ഒരു നരസിംഹ ഉപാസകനായിരുന്നു എന്നാണ്. ഗുരുവിന് വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. തൃപ്പാദങ്ങളുടെ സഞ്ചാര വേളകളിൽ ഇവിടെ വരുമായിരുന്നു, ഇവിടെ വിശ്രമിച്ചിരുന്നു. ഊണും ഉറക്കവുമൊക്കെ ഒഴിവാക്കി ഗുരുദേവനെ പരിചരിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു നരസിംഹസ്വാമി. നരസിംഹസ്വാമികൾക്ക് പ്രത്യേകമായ ആജ്ഞാശക്തി, ഇച്ഛാശക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേർത്തലയിൽ നിന്ന് ഗുരു അദ്വൈതാശ്രമത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞുള്ള സഞ്ചാര വേളകളിൽ ചേർത്തല മുതലായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെയൊക്കെ അന്ന് നിലനിന്നിരുന്ന പല തരത്തിലുള്ള സർപ്പ, അതുപോലെ തന്നെ താമസിക മൂർത്തികളുടെ ഉപാസനകൾ നടത്തിക്കൊണ്ടിരുന്ന ഈഴവ കുടുംബങ്ങൾ അത്തരം ഉപാസനകൾ അല്ലെങ്കിൽ അത്തരം പൂജകളൊക്കെ ചെയ്ത് ദാരിദ്ര്യത്തിലും അന്ധതയിലുമൊക്കെ മുഴുകിക്കിടക്കുകയായിരുന്നു. അവരെയൊക്കെ അതിൽ നിന്നും വെളിയിൽ കൊണ്ടുവരികയും സാത്വിക ആരാധനയിലേക്കും വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചുകൊണ്ട് ഗുരുവിൻ്റെ സംഭാഷണങ്ങളും ഗുരുവിൻ്റെ യാത്രകളൊക്കെ അങ്ങനെ ഈ ചേർത്തലയിലെ ഓരോ ഗ്രാമങ്ങളും അത് തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. ആ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുമ്പോൾ വലിയ സർപ്പക്കാവുകളിൽ പലതരത്തിലുള്ള ദുർമൂർത്തികളെ ആരാധിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഗുരു എത്തിച്ചേരുകയോ ഗുരുവിനെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടമംഗലം ആ ക്ഷേത്ര പ്രതിഷ്ഠയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗുരു വരുന്ന സമയത്തൊക്കെ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ ആ സർപ്പ കാവുകളിൽ ഉണ്ടായിരുന്ന പല വൃക്ഷങ്ങളും അവർക്കൊക്കെ അത് മുറിക്കുവാനോ തൊടുവാനോ അതിനകത്ത് പ്രവേശിക്കുവാനോ ഭയമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ അതൊക്കെ എടുത്തു കളയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നരസിംഹസ്വാമികളോടാണ് ഗുരു അത് കൽപ്പിക്കുന്നത്. ആ കൽപ്പന നരസിംഹസ്വാമികൾ ശിരസ വഹിക്കുകയും അത് അത്ഭുതകരമായ രീതിയിൽ അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ അഭിഷേകത്തിന് മുമ്പുള്ള പൂജകൾ നടക്കുമ്പോൾ ഞങ്ങൾ പറയുകയായിരുന്നു, എവിടെയൊക്കെ നിന്നിരുന്ന കരി, ഈട്ടിയും അങ്ങനെയുള്ള വലിയ മഹാവൃക്ഷങ്ങളൊക്കെയാണ് ഈ കനകും ജലലും. ഇതൊക്കെ നരസിംഹസ്വാമി പല
സർപ്പക്കാവുകളും ശുദ്ധീകരിക്കുന്ന വേളയിൽ അതൊക്കെ വെട്ടിയെടുത്ത് ഇങ്ങോട്ടും ആളുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിലൊന്നും നരസിംഹസ്വാമികൾക്ക് ഭയമില്ലായിരുന്നു. ഗുരുവിൻ്റെ ഇച്ഛ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റൊരു ചിന്തയുമില്ല. അതിൽ എവിടെ നിന്നറിഞ്ഞുകൂടാ അത്ഭുതകരമായ ഈ നരസിംഹമൂർത്തിയെ പോലെ ഉള്ള ഒരു ശക്തി സ്വാമിയിലേക്ക് വരും എന്നായിരുന്നു ചരിത്രം പറയുന്നത്. അത്തരം ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്തുമ്പോഴും ഒക്കെ തന്നെ സ്വാമിക്ക് ഇത്തരത്തിലുള്ള ശക്തി അല്ലെങ്കിൽ സിദ്ധി വിശേഷം പ്രകടിപ്പിക്കുന്നതൊക്കെ കാണാൻ കഴിയും. എന്തായാലും തൃപ്പൂണിത്തറയിൽ ഇവിടെ ഈ ആശ്രമത്തിൽ ഗുരു വന്ന് വിശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നരസിംഹസ്വാമികൾ സമാധിയായ ഈ പുണ്യാശ്രമം ഇന്നതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഇത്. കൂടുതൽ ശ്രദ്ധയോടും ഭക്തിയോടും ഒക്കെ കൂടി ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രധാനമായും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നും ശുദ്ധമായ ഭക്തി അകന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശുദ്ധമായ ഭക്തിയെക്കുറിച്ച് തൃപ്പാദങ്ങൾ ഗുരുവിൻ്റെ കൃതികളിലൂടെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള അന്ധതകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പൗരോഹിത്യവർഗം സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ആരാധനാ രീതികളിലൂടെയാണ് നാം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന എന്നെ കേൾക്കുന്നവരൊക്കെ തന്നെയും പലപ്പോഴും ശുദ്ധമായൊരു ആധ്യാത്മികതയെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഗുരു നടപ്പിലാക്കിയതും നിർദ്ദേശിച്ചതുമായ ഒരു സമ്പ്രദായത്തിലൂടെ പുരോഗമനപരമായ ഒരു സാമൂഹിക സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഉദ്ഗ്രഥിതമായ ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്തയെ സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയുണ്ടായിട്ടുണ്ട്. കാലങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. പല സന്ദർഭങ്ങളിൽ പല ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ തന്നെ ഇത് നമ്മളെ അവരുടെ എഴുത്തുകളിലൂടെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതിൽ നിന്നും മുന്നോട്ട് വരുവാൻ അല്ലെങ്കിൽ അത്തരം ജീർണതകളിൽ നിന്നും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നരസിംഹസ്വാമിയുടെ പ്രത്യേകതകൾ നാം അറിയേണ്ടത്. ഗുരുവിൻ്റെ കൽപ്പന ഉണ്ടായാൽ നൂറ്റാണ്ടുകളോളം പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്ന സർപ്പവിഗ്രഹങ്ങളെയും ഭദ്രകാളി വിഗ്രഹങ്ങളെയൊക്കെ പിഴുത് എടുത്ത് യാതൊരു സങ്കോചമോ ഭയമോ ഇല്ലാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഞാനിത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി അത്തരം എത്രയോ അധമമായ പൂജകൾ നടന്നിരുന്ന സ്ഥലങ്ങളെയൊക്കെ ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു പുണ്യാത്മാവാണ് നരസിംഹസ്വാമികൾ. നരസിംഹസ്വാമികളെ അറിയുകയും പഠിക്കുകയും ആ സന്നിധിയിൽ എത്തിച്ചേരുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലൊരു നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുരോഗതിയുടെ ഒരു പുരോഗമനപരമായ ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ഉത്തമമാണ്, നല്ലതുമാണ്. ഈ കുറച്ച് ദിവസം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ എന്നാൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതല്ല എങ്കിലും ശിവഗിരിയുടെ ആഭിമുഖ്യമുള്ള ഒരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടന്ന സമയത്ത് ഒരു വലിയ മഹാക്ഷേത്രം, ചേർത്തലയിലെ ഒരു മഹാക്ഷേത്രം, അവിടുത്തെ ദേവപ്രശ്ന വിധിയിൽ ഇപ്പോഴത്തെ ആ ക്ഷേത്രത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്തായി വടക്കോട്ട് അഭിമുഖമായിട്ട് നിർമ്മിക്കണമെന്ന് ക്ഷേത്ര ദേവപ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. ആ പ്രധാന ക്ഷേത്രം നിർമ്മിക്കുന്നത് തന്നെ ഏതാണ്ട് 1.5 കോടിയോളം രൂപ ചിലവാകും. ആ പ്രശ്നം തീരുന്നതിന് മുമ്പ് തന്നെ 1.5 കോടി രൂപയുടെ ഓഫർ അവിടെ ലഭിക്കുകയുണ്ടായി എന്നാണ് ആ ചാർട്ട് ഞാൻ പൂർണ്ണമായിട്ട് വായിക്കേണ്ട എനിക്ക് കിട്ടുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇപ്പോൾ തന്നെ 2 മഹാക്ഷേത്രങ്ങളുണ്ട്. തുല്യ പ്രാധാന്യമുള്ള 2 ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. അതോടൊപ്പം ഈ പ്രശ്നവിധിയിലുണ്ടായ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. നിയമം അനുവദിക്കുകയാണ് എങ്കിൽ പൂർവാധികം ഭംഗിയായി ആനയും കരിമരുന്നും
കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഉത്സവം നടത്താനും ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ വിധിക്കുകയുണ്ടായി. നിയമം അനുവദിക്കുകയാണ് എങ്കിൽ കൂടുതൽ ആനകളും കൂടുതൽ കരിമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉത്സവം നടത്തുവാൻ ആയിട്ട് ദേവപ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. അതും കരിമരുന്നും കരിയും വേണ്ട എന്ന് പറഞ്ഞ ഗുരുവിന്റെ അനുയായികളാൽ നിർമ്മിക്കപ്പെടുന്ന ക്ഷേത്ര ഉത്സവം 2024 AI യുഗത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു വന്നിരിക്കുന്ന ഈ ആധുനിക യുഗത്തിലേക്ക് വളർന്നു വന്നിരിക്കുന്ന നമ്മൾ എടുക്കുന്ന തീരുമാനം ഗുരുവിനെതിരാണ്, ഗുരുവിന്റെ ആശയത്തിനെതിരാണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് കണ്ടമംഗലം, കണ്ടാൽ മംഗളം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കണ്ടമംഗലം എന്ന രീതിയിലായി കണ്ടാൽ മംഗളമാകുന്ന സ്വരൂപനെ പ്രതിഷ്ഠിച്ച കണ്ടമംഗലം ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ യാഗം നടക്കുകയുണ്ടായി. ഗുരുവിന്റെ ഹോമമന്ത്രമൊന്നുമല്ല അവിടെ ഹോമം ചെയ്തത്. അതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ട പണം, ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഗുരുവിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, ഗുരുവാണ് നമ്മളെ പുരോഗതിയിലേക്കും വെളിച്ചത്തിലേക്കും നയിച്ചതെങ്കിൽ, ഗുരുവിൻ്റെ ദർശനത്തെ കഴിയാവുന്നിടത്തോളം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ശാരദാൻ സ്വാമികളുമായിട്ട് സംസാരിക്കുന്ന വേളകളിലൊക്കെ തന്നെ ചിലപ്പോൾ ചില ആശയങ്ങൾ, ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിലൊക്കെ തന്നെ ചില ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ബ്രാഹ്മണിക്കൽ സമ്പ്രദായം എന്ന് പറയും, ബ്രാഹ്മണ പുരോഹിത വർഗം സൃഷ്ടിച്ചു വെച്ച പല സമ്പ്രദായങ്ങളുടെ തുടർച്ചയിൽ നാം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഏതോ ഒരു ക്ഷേത്രത്തിലെ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്പൂതിരിയാണ് പൂജിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഗുരു ഫലിത രൂപേണ കൊടുത്ത മറുപടി, എങ്കിൽ നാം എടുത്തു കളഞ്ഞതെല്ലാം തിരികെ വരുമല്ലോ എന്നാണ്. അപ്പൊ അതല്ല, കൂടുതൽ ഭക്തി അല്ലെങ്കിൽ കൂടുതൽ ഭക്തനാകുക അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതിന് നമ്മൾ പാരമ്പര്യമായ ആചാരങ്ങളെ അതേപടി പിന്തുടരുക എന്നുള്ളതല്ല അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിലെ പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്ന, നമുക്കുണ്ടാകുന്ന തടവും വ്യഥകളും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകുക എന്നുള്ളതല്ല. 2 ദിവസം മുമ്പ് തൻ്റെ 21 വയസ്സുള്ള പുത്രൻ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി ആലുവ കഴിഞ്ഞ് ഒരു പുതിയ റോഡിലൂടെ അവരും കൂട്ടുകാരുമായിട്ട് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന വഴി ആ ആലുവയിലെ പുഴയിലെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് കടവിൽ ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിക്കുന്നു. അവരെല്ലാവരും കൂടെ ഇറങ്ങി കുളിക്കുന്നു. ആ പയ്യൻ കുളിക്കാൻ ഇറങ്ങി ഒരു 2 മിനിറ്റിനുള്ളിൽ ആ പയ്യൻ അവിടെ മുങ്ങി മരിക്കുന്നു. ആ അമ്മ എന്നെ കാണാൻ വരികയുണ്ടായി. ആ അമ്മയെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക? മരിച്ച പുത്രൻ തിരിച്ചു വരും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. അവർ ചോദിച്ച ഒരു കാര്യം, ഞാൻ നിരന്തരം ഗുരുപൂജ ചെയ്യുകയും ഗുരുവിനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് ഈ ഒരു ഗതി വന്നല്ലോ, പിന്നെ എന്തിനു ഗുരു എനിക്ക് ഈ പുത്രനെ തന്നു? നിങ്ങളുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുമൊക്കെ ചോദിക്കും, എന്തിനിതെല്ലാം തന്നു? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിലെ ഒരു പത്ര റിപ്പോർട്ട് ഞാൻ വായിച്ചു തീർക്കുന്നു. കുറേ വർഷങ്ങളോളം മക്കളില്ലാതിരുന്ന ഒരമ്മയ്ക്ക് 10-20 വർഷത്തിന് ശേഷം ഗുരുവായൂരപ്പനെ നിരന്തരം പ്രാർത്ഥിച്ചൊരു കുട്ടി ജനിക്കുകയുണ്ടായി. പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. ആ കുട്ടി 3 വയസ്സായി. ആ കുട്ടിയുടെ അമ്മ തന്നെ ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 20 വർഷത്തെ തപസ്സും ത്യാഗവും പ്രാർത്ഥനയും കൊണ്ട് ഗുരുവായൂരപ്പൻ കൊടുത്ത ഒരു പൂന്തിങ്കൾ പോലുള്ളൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ 3 വയസ്സിൽ ആ അമ്മ കിണറ്റിൻ്റെ പക്കത്ത് വലിയ ചരിവത്തിൽ വെള്ളം കോരി വെച്ച് ഒഴിപ്പിച്ച് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് അന്ന് ഈ മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോൺ ആണുള്ളത്. ലാൻഡ് ഫോൺ അടിക്കുന്നത് കേട്ടിട്ട് ഈ ജസ്റ്റ് ഒരു സെക്കൻഡിൽ ഈ അമ്മ ഈ കുഞ്ഞിനെ ആ കിണറ്റിൻ കരയിൽ ഇരുത്തിയിട്ട്
ഫോൺ എടുക്കാൻ അകത്തേക്ക് പോയി തിരിച്ച് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ചരിവത്തിലെ വെള്ളത്തിൽ തലകീഴായി മറിഞ്ഞ് കുഞ്ഞു മരിച്ചുപോയി. അപ്പൊ പത്രവാർത്ത വന്നത് ഇങ്ങനെയാണ്, ഗുരുവായൂരപ്പൻ കൊടുത്തു, ഗുരുവായൂരപ്പൻ എടുത്തു എന്നാണ്. അപ്പൊ ഗുരു തരികയും എടുക്കുകയും ഒന്നും ചെയ്യില്ല, ഗുരുവായൂരപ്പനും നമുക്ക് തരികയും എടുക്കുകയും ചെയ്യില്ല. ഇത്രയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്തത്, തൻ്റെ മകന്റെ ദുഃഖത്തിൽ വിങ്ങിപ്പൊട്ടുന്ന വേദനയോടുകൂടി എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന അമ്മയെ ആശ്വസിപ്പിക്കുന്നത് എന്ത് പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരമ്മയുടെ ഹൃദയവും വേദനയൊന്നും എനിക്കൊരിക്കലും ഭാവന ചെയ്യാൻ പോലും പറ്റില്ല, ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതാണ് അമ്മ. പക്ഷേ വിവേകമായ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഭക്തിയിൽ നിന്ന് ലഭിക്കേണ്ട ഒരു തെളിച്ചം ഇത്രയുള്ളൂ. ഭഗവാനെ, ഗുരുദേവ, അല്ലെങ്കിൽ ഏത് ദൈവത്തെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നത്, എനിക്കെല്ലാം സഹിക്കുവാനുള്ള മനോബലവും മനപക്വതയും തരണേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെയൊക്കെ കടന്നു പോകാൻ നമുക്ക് കഴിയണം. ഇതൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് സാധ്യമേ അല്ല. ഒരിക്കൽ പോലും ഇത്തരം ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ തളർച്ചകളെ, വിവശതകളെ, മരണവും ഇതിനൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് കരയേറാൻ നമ്മൾ കാത്തിരുന്നുകൊണ്ട് അതാണ് ചിലര് ഇനി ഞാൻ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നില്ല. ഒരിക്കലും ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ട ഒരു അമ്മ പറയുകയുണ്ടായി, ഇനി ഞാൻ ഗുരുവിനെ പ്രാർത്ഥിക്കില്ല, ഗുരുവിന്റെ ചിത്രമൊക്കെ എടുത്ത് മാറ്റി. കാരണം എന്താ, അത്രയും വലിയ ദുരന്തമാണ് എനിക്ക് കിട്ടിയത്. ഇത് ഗുരു കൊടുത്തതൊന്നുമല്ല. അതിനുള്ള ഉദാഹരണമാണ് ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുരുവിന്റെ ആജ്ഞ വാങ്ങി പോകാൻ നിന്ന കുമാരനാശാൻ ഗുരുവിനെ കാണാതെ പോവുകയും ആ പോക്കില് ബോട്ട് മുങ്ങി മരിക്കുകയും ചെയ്തപ്പോൾ അതറിയാവുന്ന ഗുരു, കുമാരനാശാൻ പോകുമെന്ന് കൃത്യമായിട്ട് അറിയാമെന്നൊരു ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ ഇറങ്ങി വരികയോ അയിലെയോ കുമാരോ നീ പോകരുത്, മരിക്കുമെന്ന് പറയുകയോ ചെയ്തില്ല. കാരണം എന്താ, അതവിടെ സംഭവിച്ചേ പറ്റൂ. അങ്ങനെ നമുക്ക് പരിഹരിക്കാനാവാത്ത തസ്മാദപരിഹര്യാത്തെ നത്വം ശോചിതമർഹസി, അല്ലയോ അർജുന, നീ അപരിഹാര്യമായ പരിഹരിക്കാനാവാത്ത ഈ വിഷയത്തിൽ നീ എന്തിന് ശോചിക്കുന്നു, നീ എന്തിന് ദുഃഖിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ അർജുനോട് ഭഗവാൻ ചോദിക്കുന്ന പോലെ, പരിഹരിക്കാനാവാത്ത ഒരു വിഷയത്തിൽ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്, എന്തിനാണ്? പക്ഷെ ഈ വിഷമം ഇല്ലാതെ നമുക്ക് ജീവിക്കാനോ അല്ല. സങ്കടപ്പെടണം, കരയണം. ഗുരുവിന്റെ ചിത്രത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് പൊട്ടി പൊട്ടി കരയാം. കരയുമ്പോൾ ഹൃദയം ഉരുകി കുറേ ആശ്വാസം നമുക്ക് ലഭിക്കും. ചിലപ്പോൾ പുതിയ ചിന്തകൾ അല്ലെങ്കിൽ പുതിയ വാക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് തുറന്ന് കിട്ടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് മാത്രം നമുക്ക് വിചാരിക്കാനാവില്ല. ഞാൻ കറതീർന്ന ഗുരുഭക്തനായതുകൊണ്ട് ഇനി മുതൽ റോഡിന്റെ വലതുവശത്തുകൂടെ വണ്ടി ഓടിക്കുകയുള്ളൂ. കാരണം എൻ്റെ ഗുരുഭക്തി എന്നെ ഗുരു രക്ഷിക്കുമെന്നാണെങ്കിൽ ഇന്ത്യയുടെ നിയമമാണ് ഇടതുവശത്ത് വണ്ടി ഓടിക്കുക എന്നുള്ളത്. വലതുവശത്ത് ഒന്നെങ്കിൽ പിടിച്ചകത്തിട്ട് അല്ലെങ്കിൽ ഇടികൊണ്ടകത്ത് ആശുപത്രിയിൽ പോയി കിടക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗെയിം റൂളുണ്ട്. ഈ എന്താണ്, നമ്മള് ചെസ് കളിക്കുമ്പം കുതിരയെ എൽ ഷേപ്പിലെ നീക്കാൻ പറ്റുകയുള്ളൂ. ആ കുതിരയെ അടുത്ത കളത്തിലേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അതതിന്റെ ഗെയിം റൂളാണ് എന്ന് പറഞ്ഞാൽ ആ റൂൾസ് പോലെ തന്നെ ഈ ജീവിതത്തിൽ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളനുസരിച്ചേ പറ്റൂ. അത് ഗുരു മാറ്റിത്തരുമെന്നുള്ളത് മൂഢമായ വിശ്വാസമാണ്. അതുകൊണ്ട് ഭക്തി അതല്ല, നമുക്ക് കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭവം. ഇതാണ് ഭക്തിയുടെ ആധികാരികമായ രൂപം. ഈ വിശാലാനന്ദ സ്വാമിയുടെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ആശയം കടന്നു വരാറുണ്ട്. പലപ്പോഴും ഞാൻ ഇരുത്തിക്കൊണ്ട് പറയണം, ഈ ഭക്തിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ വിശാലാനന്ദ സ്വാമി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇത്തരം ഒരു സമർപ്പണം. നിങ്ങൾ സമർപ്പണം ചെയ്യുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുക. എന്നിട്ട് നിന്റെ ഇച്ഛ എന്തോ ആണോ അതുപോലെ വരികയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എത്ര അടി കൊടുത്താലും കുഞ്ഞു കരഞ്ഞുകൊണ്ട് മാതാവിന്റെ അടുത്തേക്ക് ചെലുത്തും. ചെറിയ തെറ്റൊക്കെ കാണിക്കുമ്പോൾ നല്ല അടിയെ കൊടുക്കും. അടിച്ചാലും കരഞ്ഞുകൊണ്ട് മാതാവിൽ നിന്ന് ഓടിപ്പോവുകയല്ല ചെയ്യുന്നത്, മാതാവിലേക്ക് തന്നെ വരും. അപ്പൊ കുറെ അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്റെ മുത്തേ നൊന്താടാ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ചേർത്ത് വിളിക്കുമ്പോൾ ഏങ്ങലിടിച്ച് കരഞ്ഞ് ചിരിച്ച് രണ്ട് ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ തീർന്നു. അതുപോലെ ചില ജീവിത പ്രശ്നങ്ങളുടെ കയത്തിൽപ്പെട്ട് മുങ്ങി താഴുമ്പോൾ നമ്മൾ വിതുമ്പിക്കോളൂ. പക്ഷെ ഇത് മാറ്റരുതെന്ന് നമുക്ക് പറയാൻ അർഹതയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനെ ലാഘവത്തോടുകൂടി അതിനെ ചെറുതായിട്ട് കാണാൻ, അതിനെ വില കുറച്ച് കാണാൻ, അത് ഇത്രയുള്ളു എന്ന് കണ്ടുകൊണ്ട് ഇനിയും ജീവിതമുണ്ട്. പണ്ട് ഒരു കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്,
എന്താണ് കാട്ടുതീ എന്ന് പറയുന്ന കവിതയിൽ ഒരു കാട്ടിലെ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന തള്ളക്കിളി തൻ്റെ ചിറക് മുളക്കാത്ത കുഞ്ഞുങ്ങൾ കാട്ടുതീയിൽപ്പെട്ട് ചാകാൻ തയ്യാറാകുമ്പോൾ തള്ളക്കിളിക്ക് പറന്നു പോകാം, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പറന്നു പോകാനാവില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ കൊത്തി പറക്കാനും പറ്റില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുകയാണ്, അമ്മ നീ പറന്നു പൊക്കോളൂ, നിനക്കിനിയും കുട്ടികൾ ഉണ്ടാകാമല്ലോ, ഞങ്ങൾ ഈ കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോയിക്കൊള്ളാം, പക്ഷെ നീ പോയി രക്ഷപ്പെടുക, നിനക്കിനിയും മക്കളുണ്ടാകും. പക്ഷെ ആ മാതാവിനെ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും തീ അടുത്തടുത്ത് വരുമ്പോൾ അവസാനം ആ കൃതിയിൽ ആ കവിതയിൽ തീരുന്നത് ഭഗവാൻ ആ മരത്തിനെ തീ പിടിപ്പിക്കാതെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് കഥയിൽ സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല ഒരു ഭക്തിയെ കുറിച്ച് പറയുന്നത്. ശ്രദ്ധയോടുകൂടി ഇതെല്ലാം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനതിൻ്റെതായ ഗുണമുണ്ടാകുമെന്ന് ജീവിച്ച് കാണിച്ച് തന്നവരാണ് ഗുരുക്കന്മാരും ഗുരുവിന്റെ ശിഷ്യ പരമ്പരകളും. ആ അർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഉത്തമനായ ശിഷ്യൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ് നരസിംഹസ്വാമികൾ. നരസിംഹസ്വാമികളുടെ പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അവിടുത്തെ കൽപ്പന എന്തോ അതനുസരിക്കുക എന്നുള്ളതാണ്. എന്താണോ ഗുരു പറയുന്നത്, ചൂരൽക്കാടുകളെ പിഴുതെടുത്ത് പറിച്ചു കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈകൾ കൊണ്ട് അതിനെ പിഴുതെടുത്ത് പറിച്ചെടുക്കുമായിരുന്നു നരസിംഹസ്വാമികൾ. അവിടെ മുള്ളുകൊള്ളുമെന്നോ അല്ലെങ്കിൽ അത് തനിക്ക് വേദനിപ്പിക്കുമെന്നോ അത് തനിക്ക് പറിച്ചെടുക്കാൻ അത്ര പറ്റാത്തതാണെന്നത് ആഴത്തിലുള്ളതാണോ ഒന്നും വിചാരിക്കില്ല. സ്വാമി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നടക്കും. വേറൊന്നുമല്ല, മതമിളകി ഭ്രാന്തായിട്ട് ഓടി വന്ന ആനയെ നോക്കിയിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ കൽപ്പനയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹ ആജ്ഞാപിക്കുന്നു. ആരുടെ പേരിൽ? ശ്രീനാരായണ പരമഹംസ സ്വാമികളുടെ പേരിൽ അവിടെ നിൽക്കൂ എന്ന് പറയുമ്പോൾ അത്രത്തോളം ആത്മവിശ്വാസത്തെക്കാൾ ഉപരി ഗുരുവിലുള്ള വിശ്വാസത്തിലെ ഇച്ഛാശക്തി ഗാംഭീര്യമായിട്ട് പ്രവർത്തിച്ചിരുന്ന മാതൃക പുരുഷനായിട്ടുള്ള നരസിംഹസ്വാമികളുടെ സമാധി സ്ഥാനം കൊണ്ട് പവിത്രമായ ഈ പുണ്യാശ്രമത്തില് അതിൻ്റെ ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടത് ആ ഒരു ജീവിത ശൈലിയാണ്. ആര്? നരസിംഹസ്വാമികളുടെ ജീവിതത്തിൽ നരസിംഹസ്വാമികൾ സ്വീകരിച്ചിരുന്ന സമർപ്പണം, ഗുരുവിനോടുള്ള അദമ്യമായ ഭക്തി കൊണ്ടുള്ള തൻ്റെ വ്യക്തിത്വത്തിന്റെ സമർപ്പണമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനുള്ളത്. ശാരദാനന്ദ സ്വാമി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ ശാരദാനന്ദ സ്വാമികൾ പറഞ്ഞു. ഈ ശാരദാനന്ദ സ്വാമികളുടെ ഒരു പ്രത്യേകത, ഇപ്പൊ അതിനിടയ്ക്ക് എന്തിനാണ് ഈ പുട്ടിന് പീരിയിടുന്ന പോലെ ശാരദാനന്ദ സ്വാമിയെ കേൾക്കുന്നത് എന്തിനാണെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും. അതുകൊണ്ടല്ല, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്തുതിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ടെക്നിക്കാണ്, ഒരു ട്രിക്കാണ്. വിശാലാസ്വാമി ചിരിക്കുന്നത്, വിശാലാസ്വാമി ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ചിലപ്പോ വെറുപ്പൊക്കെ കാണുമായിരിക്കാം, പക്ഷെ അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്തുതിച്ചേക്കാമെന്ന് വിചാരിക്കും. ചില സന്ദർഭങ്ങളിൽ ശാരദാനന്ദ സ്വാമി ആയിട്ടുള്ള സംഭാഷണ മധ്യത്തിൽ ചില സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചെറിയ സംഭവം, ഒരാള് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറിപ്പോയത് ശരിയാണോ എന്ന് ഞാൻ ശാരദാനന്ദ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ചിന്തോദ്ദീപകമായി തോന്നിയൊരു കാര്യമാണ്. അതിനെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അതിനെ ശരിക്കും വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് ഞാൻ പറയുന്നത്, ഒരു കാസറ്റ്, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാസറ്റ് ഉണ്ട്, ആ കാസറ്റ് പ്ലേ ചെയ്യുകയാണ്. അതിനകത്ത് ഭക്തിഗാനങ്ങളാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ കാസറ്റ് എടുത്ത് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മുക്കാല ചിലപ്പോൾ കേൾക്കാം. അപ്പൊ ഇത്രയേ ഉള്ളു, ആദർശമൊന്നുമില്ല, ഒന്ന് തിരിച്ചിട്ട തീരുന്നതേ ഉള്ളു ഇന്നത്തെ നേതാക്കന്മാരുടെ മാനസികാവസ്ഥ എന്ന് പറയുകയാണ്. അപ്പൊ നമ്മള് ജീവിക്കുന്നുവെങ്കിൽ, നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ആദർശം ഉണ്ടായിരിക്കണം, ഒരു നിലപാടുണ്ടായിരിക്കണം, ഒരു നമ്മുടെ ഉള്ളിനോടെങ്കിലും നമുക്കൊരു ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കണം. ആധ്യാത്മിക ജീവിതത്തിൽ ഇതിനൊക്കെ അതീതമായിട്ട് പരമമായ വേദാന്തം പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ആശ്രമത്തില് ഭക്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ആശ്രമത്തിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവർ പറയുകയുണ്ടായി, ശ്രീനാരായണ ഗുരുദേവൻ വലിയ വേദാന്തിയായിരുന്നു. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള പരമ്പരയുള്ള സ്വാമി
അന്ന് ഞാൻ ആലുവാശ്രമത്തിലാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ ബലിതർപ്പണാദികളൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യർ പല വിധത്തിലുള്ളവരാണ്. ആലുവ അദ്വൈതാശ്രമത്തിലും അതുപോലെ തന്നെ ശിവഗിരി മഠത്തിലും അരുവിപ്പുറത്തൊക്കെ ബലിതർപ്പണാദികൾ ആരംഭിക്കുകയും നടത്താൻ പറയുകയും ചെയ്യുന്ന ആളാണ് ഗുരു. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ അതീതമായ ആ ആത്മതത്വത്തെ സ്വീകരിക്കാൻ ക്ഷമതയുള്ള ബുദ്ധിജീവികളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അതാണ് നമ്മുടെ ബുദ്ധിഭേദത്തിനനുസരിച്ചാണ് നമ്മൾ അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു താഴ്ന്ന നിലവാരത്തിൽ ചിന്തിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഗ്രഹങ്ങളെല്ലാം ആവശ്യമാണ്, അവർക്ക് ഈ ചടങ്ങുകളും ആവശ്യമാണ്. അതുകൊണ്ട് പക്ഷെ അതാണ് പരമം എന്നുള്ള ഒരു നിലയിൽ, അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ വരുമ്പോൾ തന്നെ ആരോ എന്നോട് ചോദിക്കുകയുണ്ടായി, സ്വാമി ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുണ്ടോ സ്വാമിക്ക്? അശേഷം വിശ്വാസം ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷെ ജ്യോതിഷം വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഞാൻ ജ്യോതിഷത്തിന്റെ ചില കാര്യങ്ങൾ ചിലരോട് പറയാറുമുണ്ട്. കാരണം എന്താണ്, അവരുടെയൊക്കെ ഞാൻ അത് പറഞ്ഞില്ല എങ്കിൽ അവര് വേറെ എവിടെയെങ്കിലും പോകും, പറ്റിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവര് ഒരു 10 രൂപ മുടക്കേണ്ട സ്ഥലത്ത് ഒരു 10,000 മുടക്കിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ട് അത് ചിലപ്പോൾ പറഞ്ഞു എന്ന് വിചാരിക്കും. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹങ്ങളിലും അനേകം ചടങ്ങുകൾ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന്. പല ഗുരുമന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരം ചടങ്ങുകൾ, ഈ ചടങ്ങുകളില്ലാതെ ഭക്തി ജനിക്കുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് അരുവിപ്പുറത്തും അതുപോലെ തന്നെ ശാരദാമഠവും ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ 2 സ്ഥലവും ഒഴിച്ച് ബാക്കി എവിടെയെല്ലാം ഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ഈ ചടങ്ങുകളെ ദൂരീകരിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടുള്ള അല്ല അവിടെ ഗുരു പൂജകളൊക്കെ വിധിച്ചിട്ടുള്ളത്. ഈ പാരമ്പര്യമായ വൈദിക സമ്പ്രദായ പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ അവിടെ ഗുരു നടത്താൻ നിർദ്ദേശിക്കുകയുണ്ടായി. അത് ഇന്നും നടന്നു വരുന്നുണ്ട്. പക്ഷെ അത് സങ്കീർണമായി നമ്മുടെ ധനവും നമ്മുടെ വിശ്വാസവും നശിച്ചു പോകുന്ന രീതിയിൽ അധപതിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിന്റെ ഏകദേശപരമായ ഒരു ശാസ്ത്രീയതയെങ്കിലും നമുക്ക് അതിനകത്ത് വേണമെന്ന് ഗുരു കൽപ്പിച്ചത്. അതുകൊണ്ട് ഗുരുവിന്റെ കൽപ്പന പ്രകാരം, ഗുരുവിന്റെ നിശ്ചയപ്രകാരം ഗുരു എന്താണോ പറയുന്നത് അതിനെ അനുസരിക്കുക എന്നുള്ള നിലയിൽ നമുക്ക് ഒരു തികഞ്ഞ ഭക്തനായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. ഇപ്പൊ കുറച്ചു നാളിന് മുമ്പ് ഞാൻ ശിവഗിരി മഠത്തിൽ ചെല്ലുമ്പോൾ കൈവല്യാൻ സ്വാമിയെ കാണുകയുണ്ടായി. കൈവല്യാൻ സ്വാമിയുടെ നിരന്തരം ക്ലാസ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വിശാലാൻ സ്വാമിയൊക്കെ. ഞാനിവിടെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പം അതിന് ക്ലാസ്സിൽ പോകാൻ പറ്റും. അപ്പം ഞാൻ ചെന്നപ്പോൾ സ്വാമി എന്നോട് പറയുകയാണ്, ശിവസുരൻ സ്വാമി, ഈ സ്വാമി വായിക്കുന്നു. ഞാൻ പറഞ്ഞ സ്വാമി വായിക്കുന്നില്ല, സ്വാധ്യായം വായനയും അനുഷ്ഠാനവും ഒക്കെ വേണം. അപ്പോൾ സ്വാമി പറയുന്നൊരു കാര്യമാണ്, നമ്മളൊക്കെ എല്ലാവരും അതുകൊണ്ടാണ് അനുഷ്ഠാനം നമുക്ക് വേണമെന്ന്. നിങ്ങൾക്ക് ആർക്കും അത്തരത്തിലുള്ളൊരു അനുഷ്ഠാനമില്ല. ജീവിതത്തിൽ നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് കാപ്പി കുടിക്കും, അത് അനുഷ്ഠാനമല്ല. ടോയ്ലറ്റിൽ പോകും, അത് അനുഷ്ഠാനമല്ല. അതൊക്കെ ശരീരത്തിന്റെ ചില ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റത്തെ നിങ്ങൾ ഫോളോ ചെയ്യും. ചിലർ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്കാരും പോകണം, ചിലർ ബാത്റൂമിലേക്കാകും പോകണം. ഇതൊരു സിസ്റ്റമാണ്. അപ്പൊ പാതിരാത്രിക്ക് എഴുന്നേറ്റ് കറണ്ട് പോയി ഒരു 6 വെളിയിൽ വന്ന് നിങ്ങൾക്ക് മൊബൈൽ എടുക്കണം. നിങ്ങൾക്ക് അറിയാം, കണ്ണടച്ചാൽ നിങ്ങൾ മൊബൈൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൈകൊണ്ട് വെക്കും. കാരണം നിങ്ങൾ അതങ്ങ് ആ ഒരു സിസ്റ്റത്തിലായി കഴിഞ്ഞു. അപ്പൊ സ്വാമി പറയണം, നമ്മൾ ചില സിസ്റ്റത്തെ ഉണ്ടാക്കി വെക്കണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം, ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു 50-60 വയസ്സൊക്കെ കഴിയുമ്പോൾ മനസ്സിന്റെ മേലുള്ള പിടി വിട്ടുപോകാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിന്റെ മേലുള്ള പിടി വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും ജീവിത സായാഹ്നത്തിൽ, ജീവിത വയസ്സായുമ്പോൾ സ്വയം പിറുപിറുക്കുകയും മനസ്സിന്റെ നിയന്ത്രണം വിട്ടിട്ട് ജന്മവാസന, ചെറുപ്പത്തിലുണ്ടായിരുന്ന ജന്മവാസന പിടികൂടുകയും അധ്യാത്മമാർഗത്തിൽ നിന്ന് അകന്നു പോവുകയും വീണ്ടും ജനന മരണ ശൃംഖലകളിലേക്ക് പോകാനുള്ള ഒരു വാസനയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിരന്തരമായി അനുഷ്ഠാനം ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കി നിർത്തണം. അതുകൊണ്ട് ജീവിത അവസാന അല്ലെങ്കിൽ ജീവിത സായാഹ്നം എത്തുമ്പോൾ, വയസ്സാകുമ്പോൾ, ജീവിതത്തിന്റെ ഏതാണ്ട് സായാഹ്നത്തിലേക്ക് അടുക്കുമ്പോൾ ധ്യാനവും ജപവും പ്രാർത്ഥനയൊക്കെ ഇല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രീതിയിൽ എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കും. നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, നമുക്കൊന്നിനെയും പൊരുത്തപ്പെടാൻ പറ്റില്ല, ഒന്നിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാത്തിനോടും വെറുപ്പും അസ്വസ്ഥതയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
നിരന്തരം കാലത്തും അല്ലെങ്കിൽ വൈകിട്ടോ 2 നേരമെങ്കിലും സ്ഥിരമായിട്ട് ജപിക്കണം. കുറച്ചൊക്കെ സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജപവും പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ ഇപ്പൊ രാമകൃഷ്ണ മഠത്തിന്റെ മഠാധിപതിയായിട്ടുള്ള സ്വാമി കേരളത്തിലെ രാമകൃഷ്ണ മഠം സന്ദർശിക്കുന്ന സമയത്ത് പത്രത്തിൽ അവർ പരസ്യം കൊടുക്കും, രാമകൃഷ്ണ മഠത്തിന്റെ പ്രസിഡന്റ് കേരളത്തിൽ എത്തുന്നുണ്ട്, രാമകൃഷ്ണ മഠത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ സാധന മന്ത്രദീക്ഷ ആവശ്യമുള്ളവര് രാമകൃഷ്ണ മഠവുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. അപ്പൊ ഏറെ പേര് മഠവുമായിട്ട് ബന്ധപ്പെട്ട് രാമകൃഷ്ണ ആ പ്രസിഡന്റിൽ നിന്ന് മന്ത്രദീക്ഷ വാങ്ങിക്കാറുണ്ട്. എന്നിട്ട് അവര് ജീവിത അവസാനം വരെ ആ കൊടുത്ത മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഒരു അനുഷ്ഠാനത്തോടുകൂടി കൊണ്ടുപോകും. ഞങ്ങളുടെ ബ്രഹ്മചാരി ആയിട്ടുള്ള ഭൂമചൈതന്യ എന്ന് വെച്ചാൽ ബോധി തീർത്ഥസ്വാമിയുടെ അനുജൻ എപ്പോഴും കാണുമ്പോഴൊക്കെ പറയും അനുഷ്ഠാനം മുടക്കരുതെന്ന് പറയും. എന്ന് വെച്ചാല് കാരണം അദ്ദേഹം അത് നിരന്തരം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കാലത്തോ വൈകിട്ടോ ഏതെങ്കിലും ഒരു കൃത്യമായ സമയത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ജപവും ധ്യാനവും ചെയ്യുക എന്നുള്ളത് മസ്റ്റാവണം. അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ കുറെ കഴിയുമ്പം ഒരിക്കല് എൻ്റെ ഗുരു സമ്പ്രസാദ സ്വാമി ഒരിക്കലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ അമ്മ സ്വാമിയോട് പറയുകയാണ്, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം തൂത്ത് വെടിപ്പാകും, അച്ഛനും മക്കൾക്കും ഒക്കെ വേണ്ട ബ്രഷിൽ പേസ്റ്റ് വരെ ഞാനായി എടുത്ത് വെക്കണം. അവർ നേരെ എഴുന്നേറ്റ് വന്ന് അവർക്ക് അതിനുള്ള സമയം പോലും ഞാൻ കൊടുക്കില്ല, എല്ലാം ഞാൻ കൃത്യമായിട്ട് തൂത്ത് വെടിപ്പാക്കി വെക്കും. വൈകിട്ടും തൂത്ത് വെടിപ്പാക്കും, കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ തൂത്ത് വെടിപ്പാക്കും. ആ അമ്മ പറയും വളരെ അഭിമാനത്തോടുകൂടി. അപ്പൊ സ്വാമി പറയും, നല്ല കാര്യം, ചത്ത് ചെല്ലുമ്പോൾ ദൈവം തൂപ്പു ജോലി തരുമെന്ന്, തുടയ്ക്കാനുള്ള ജോലി തരുമെന്ന്. അതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അടുത്ത ജന്മത്തിൽ ഈ വാസനയ്ക്ക് വേണ്ട വിത്ത് അവസാന സമയത്തും നമ്മൾ മുളപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വാസനയുടെ വിത്തിന്റെ മുള കരിഞ്ഞു പോകുന്ന രീതിയിൽ സാധനയുടെ ചൂട് കൊണ്ട് സാധന കൊണ്ട് അത് ഇല്ലാതാക്കണമെങ്കിൽ കാലത്തും വൈകിട്ടും അനുഷ്ഠാനം ചെയ്യണം. ഒരുപക്ഷെ കാലത്ത് പ്രാർത്ഥനയെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ചപ്പാത്തിക്കല്ല് വേലക്കാരി എടുത്ത് മാറ്റി വെച്ചത്. നിന്ദിക്ക പലവട്ടം പറഞ്ഞാണ് ഈ ചപ്പാത്തിക്കല്ല് ഇവിടെ വെക്കരുതെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ അതുവരെയുള്ള പ്രാർത്ഥന മുഴുവൻ നീട്ട് അവിടെ നരസിംഹമായിട്ട് മാറും. അപ്പൊ അത് സാധനയല്ല. അപ്പൊ നമ്മുടെ മനസ്സിന് ഇടഞ്ചലുണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിനെ ഏടാകൂടത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഉപരിപ്ലവമാക്കുന്ന രീതിയിലുള്ള അല്ല സാധന. അതുകൊണ്ട് നിരന്തരമായിട്ട് ജപിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത് അനുഷ്ഠാനമാക്കി മാറണം. ഇപ്പൊ ഇവിടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും തുടരാവുന്നതാണ്. നാളെ മുതൽ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുരുദേവ കൃതികൾ, അപ്പൊ ഞങ്ങളൊക്കെ ശീലിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ ഇപ്പോഴും അത് മുടക്കാറില്ല. ചിലപ്പോൾ കാലത്ത് മുടങ്ങിപ്പോൾ വൈകിട്ടത് ചെയ്യും. വേറൊന്നുമല്ല, ശിവശതകത്തിൽ ഒരു 10 ശ്ലോകം, ആത്മോപദേശ ശതകത്തിൽ ഒരു 10 ശ്ലോകം, ദർശനമാല ഒരെണ്ണം, പിന്നെ ഏതെങ്കിലും ഒരു സ്തോത്രകൃതി, പിന്നെ ഒരു ഭഗവത്ഗീതയുടെ ഒരു ചാപ്റ്റർ. ഇത് ഞങ്ങളുടെ പണ്ട് ബ്രഹ്മവിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാണ്. ഇത് നമ്മൾ മുടക്കാൻ പാടില്ല. പിന്നെ കുറെ ധ്യാനം അത് വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇത് ശിവീരമഠത്തിന്റെ ഒരു സിസ്റ്റമാണ്. കാലത്ത് എല്ലാവരും ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കണം ബാക്കിയല്ല. അതൊക്കെ എത്ര ധനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് സമയം കണ്ടെത്തുക തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ജീവിത സായാഹ്നത്തിൽ മനസ്സ് സ്വസ്ഥതയെ പ്രാപിക്കും. അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുകയും നമ്മുടെ വീടിന് വേണ്ടാത്തവർക്കോ വേണ്ടാതാകുകയോ വീട്ടുകാർക്ക് വേണ്ടാതാകുകയോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുകയോ വീട്ടിൽ അധികപ്പറ്റായി തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക വരുന്നത് ഈ അനുഷ്ഠാനത്തിന്റെ കുറവാണ്. അതുകൊണ്ട് ഇത്തരം അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ശരിയായ ശ്രദ്ധ ഉണ്ടായി ശരിയായ ഒരു ഭക്തനായി തീരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് വേണ്ട ഒരുക്കങ്ങൾ ഇത്തരം വേദികളിൽ, ഇത്തരം പുണ്യാശ്രമങ്ങൾ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ ശ്രദ്ധാലുക്കളായി നിന്നുകൊണ്ട് അത് ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഇനി അടുത്തതായിട്ട് വളരെ വശ്യവും മനോഹരവും സുന്ദരവും സുതാര്യവും മധുര മനോഹര മനോജ്ഞവുമായ വാക്കുകളും ശബ്ദവും കൊണ്ട് നിങ്ങളെ ആനന്ദത്തിലാക്കുവാൻ വേണ്ടി വിശാലാനന്ദ സ്വാമിക്ക് അതൊക്കെ പറയാൻ ഭയങ്കര സന്തോഷം. നിത്യ ചിന്മയി നമ്മുടെ മാതാജി, നിത്യചിന്മയായിട്ടൊക്കെ എനിക്കിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കുശുക്ക് വരും. കാരണം പിന്നെ ശരിക്കും ചില സ്ഥലത്ത് ഞങ്ങൾ പ്രസംഗത്തിന് പോകുമ്പോൾ നിത്യ മാതാജിക്കാണ് ആരാധകർ കൂടുതൽ, എനിക്കാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. നിത്യമാതാജിക്കാണ് ആരാധകർ കൂടുതൽ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് പിന്നെ എനിക്കൊന്ന് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലേ എന്ന് പറയും. കുശുമ്പ് കൂടിയിട്ട് പാടില്ലെന്ന് ചിലത് നിങ്ങൾ പറയായിരിക്കും. പക്ഷേ മനോഹരമായിട്ട്
സംസാരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അത്തരം മനോഹരമായ കൃതികളും ചൊല്ലിക്കൊണ്ട് നമ്മളെ ഇനി മറ്റൊരു ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ ആനയിക്കുവാൻ ഇവിടെ നിത്യചിന്മയി മാതാജി എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം ഞാൻ അവർക്ക് മൈക്ക് കൈമാറി ഈ കർണകഠോരമായ ശബ്ദം ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ പ്രണാമം.